മുസ്ലിം വീടുകൾ തിരഞ്ഞുപിടിച്ചാക്രമിക്കുന്ന വർഗീയ വൈര്യം നാട്ടകങ്ങളിൽ പോലും തീതുപ്പി. നായിച്ച മക്കളെ ഇങ്ങൊക്കെ കിട്ടിയാൽ മതിയാക്കില്ല. പോടി ജീവൻ വേണേ ഓടിക്കോ മറ്റേ പാട് വന്ന് എല്ലാ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കോ, എല്ലാ സംഭവം ഒന്നുമില്ല. പുറത്തെല്ലാം പൊടിച്ച് പോയിക്ക്. അതും കഴിഞ്ഞ് ഇവർ പോയി കുറേ എല്ലാ പുറത്തുനിന്നെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവർ പോയി. അതിന്റെ ശേഷം ഞാളി ഇവിടുന്ന് കീഞ്ഞോടി മക്കളെയും കൊണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് എല്ലാം നശിപ്പിച്ച് പിന്നെയും പോയി ഓലി. കാരണം മൂന്നാമത്തേൽ വന്നിട്ട് എല്ലാം ഉള്ളിൽ കൂടി കാരി വന്ന് എല്ലാ ഇതും കത്തി നശിപ്പിച്ചിക്ക്. ഒന്നുമില്ല. മുസ്ലിം വീടുകളിലേക്ക് ഇരച്ചു കയറിയവർ കൊള്ളസംഘങ്ങളായി മാറി. സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചുപറിച്ചെടുത്തു. അലമാരകൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചു. ഇനി എന്ത് ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്? ആരാ ഇതിന് മറുപടി? ഇത് ഗവൺമെന്റിന്റെ കേസും കാര്യം എടുത്തിട്ട് എനിക്കിത് കാലാകാലം വരെ വില നിൽപ്പിക്കും ഞാൻ. അവർക്കൊരു സ്ഥലമില്ല. അവളെ സ്വത്തും കാര്യം പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുതാക്കിയിട്ട്. അവക്കൊരു നിൽക്കാൻ സ്ഥലമില്ല, എനിക്കൂല. ഞാനിപ്പോ എനിക്കിപ്പോ ഇവരെ നോക്കിയിട്ട് നിൽക്കാൻ പറ്റുമോ? ഞാനിപ്പോ എന്തായാലും ബാങ്കിലൊരു ആധാരത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ അടക്കം വേണ്ടിയിട്ടാണ് ഞാനൊരു പൈസ അവിടെ കുറി വെച്ചിട്ട് അയച്ചു കൊടുത്ത പൈസ. ആ പൈസയും കട്ടുപോയി. അത് ഇന്ന് ഞായറാഴ്ച ഇന്ന് റിപ്പബ്ലിക്കായി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത പൈസയാണ്. ആ പൈസയും കട്ടുപോയി. ഇനി ബാങ്കിൽ അടക്കാൻ വേണ്ടി പൈസ ഇല്ല. ആ പൈസ അത് അങ്ങനെ ഒരു കുറി വെച്ച് നടത്തിയ പൈസ അവിടെയും കടായി. സ്വർണ്ണവും പൈസയും എല്ലാം പോയി. എത്രയോ എന്റെ ഇവൻ ഇപ്പൊ അടുത്ത് കല്യാണം കഴിച്ച അവന്റെ ഭാര്യന്റെ സ്വർണ്ണം കുറേ സ്വർണ്ണം ഉണ്ട്, എല്ലാം മോളാണ്. ഓടി വന്നിക്ക് അതങ്ങ് എടുത്തോണ്ട് പോയി നശിപ്പിക്കണ്ടായിട്ട് ഓടി. ഞാളെ ഒച്ച വെക്കുമ്പോൾ പിന്നെ ഓടി വന്ന് പാടി ആ ജീവനും കൊണ്ടോടി. സ്വർണ്ണം പോയാൽ പോട്ടെ, ജീവൻ രക്ഷപ്പെടുത്തട്ടെന്ന് വെച്ച് ഞാളെ പോലെ ഞങ്ങളെ മുമ്പ് ഇത് കത്തി അമരുന്നു. എന്നിട്ട് ഞാളെ നിങ്ങൾക്കാണൊരു അവസ്ഥ, ഞങ്ങളെ തൊണ്ട വരണ്ടോ തുള്ളി വെള്ളം എന്നാ പറയാണ്ട് ശരിക്കും മരിച്ചു വന്ന സ്ഥിതിയില. ഇത്രയും വിഷമിച്ചിക്ക്. 10 മണിക്ക് അങ്ങനെ ആദ്യം വന്ന് ഗ്ലാസ്സിനെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് ഞങ്ങൾ വിചാരിച്ചു അതിനോട് അത് കഴിഞ്ഞെന്നല്ല. പിന്നെ ഒരു 12 മണി അങ്ങനെ ആയാല് ഈ ജനലിൻ്റെ ഉള്ളിൽ തീയിട്ട് അടുക്കള ഭാഗം പൊട്ടിച്ച് കയറുന്നതിൻ്റെ മുമ്പ് ഞാനും എൻ്റെ മോളും കൂടി രക്ഷപ്പെട്ടു ഓടിയിട്ട്. പിന്നെ വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ സാധനം ഒന്നുമില്ല. പൊളിക്കാതെ സാധനം കുറേ അതെല്ലാം കൊള്ളയടിച്ചിട്ട് 35 പവനും 2 ലക്ഷം ഉറുപ്പിയുണ്ട്. അതും നഷ്ടപ്പെട്ടു. നാദാപുരത്തെ മുസ്ലിം കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും പ്രവാസത്തെ ജീവിതോപാധിയാക്കുന്നവർ ആയതിനാൽ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ തിരഞ്ഞുപിടിച്ച് കത്തിച്ചു. സർവ തിരിച്ചറിയൽ കാർഡുകളും അഗ്നിക്കിരയാക്കി. സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പോലും കത്തിയമർന്നു. എടാ എങ്ങനെ സ്വന്തം നന്നാക്കുക? ഞങ്ങളെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിഷമല്ലേ? ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ റേഷൻ അരി വാങ്ങാൻ വരെ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ രേഖ വരെ ഇല്ല. ഇവിടെ റേഷൻ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല, ആധാറില്ല, സ്ഥലത്തിന്റെ ആധാറില്ല.